എല്ലാവരും വേണമെന്നുള്ളവർ ശ്രദ്ധിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. അപ്പോഴേക്ക് ഇറങ്ങി വാഗ്ദാനങ്ങളുടെ ചൂണ്ടയുമായിട്ട് ഇരപിടിയന്മാർ. അവിടെ മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമൂഹികമുണ്ട്, ആദർശങ്ങളുണ്ട്. പറച്ചിലിൽ പ്രവൃത്തിയിൽ കാണുന്നില്ല. വിശ്വാസികളുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചിറങ്ങും. മതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ. ഇപ്പോൾ ഇവിടെ ബൾബ് തെളിഞ്ഞ് നിൽപ്പുണ്ട്, കണ്ടോ? ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതാരാ വിശ്വസിക്കുന്നത്? ഞാൻ ഇതിൻ്റെ വെളിച്ചം അനുഭവിക്കുന്നു. വിശ്വസിക്കുന്നത് ആരാണ്? കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവൻ. അവനറിയാം. ഞാൻ പറയുമ്പോൾ അവൻ വിശ്വസിക്കും, ഇവിടെ വെളിച്ചമുണ്ട്. ഞാൻ പറയുമ്പോൾ അവൻ വിശ്വസിക്കുന്നില്ല, വെളിച്ചമില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇത് തന്നെയാണ് മതങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കൂലിപ്പണിക്കാരനെയും കർഷക തൊഴിലാളിനെയും കർഷകനെയും കച്ചവടക്കാരെയും ഒക്കെ നാട്ടുകാരെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഒരു ന്യൂനപക്ഷം വിശ്വാസത്തിൻ്റെ പേര് മുതലെടുക്കുന്ന മതനേതാക്കളും വിശ്വാസത്തിൻ്റെ പേര് മുതലെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പറയുന്നത് ആദർശങ്ങളാണ്. ഒന്ന് ദൈവം, സ്വർഗം, നരകം. ഒന്ന് സമഭാവനയുള്ള സമത്വസുന്ദരമായൊരു നാട്. ഒരു വിഭാഗം പറയുന്നു അഹിംസാവാദമുള്ള രാഷ്ട്രീയമായ അഭിപ്രായം. മതം എന്ന് വെച്ചാൽ അഭിപ്രായം. എല്ലാ മതങ്ങളും കൂടി ഇപ്പോൾ കൈകോർത്തേക്കുക. എന്നിട്ടോ ഈ മതങ്ങളിലൊക്കെ പ്രമാണികളായിട്ട് നിൽക്കുന്നവർക്ക് നേട്ടമുണ്ട്. അണികളായിട്ട് നിൽക്കുന്നവർ അടിമകൾ, അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ വെറും വിശ്വാസികൾ. വിശ്വാസമുള്ളൂ, ഉറപ്പില്ലാത്തവൻ്റെ അഭിപ്രായമാണ് വിശ്വാസം. ഞാൻ വിശ്വാസിയാണ് ചിലർ പറയും. എന്ത് വിശ്വാസം? ഉറപ്പില്ലാത്തവൻ്റെ നട്ടലില്ലായ്മയാണ്, അല്ലെങ്കിൽ ശരിയായ മനനം ചെയ്യാതെ അഥവാ ചിന്തിക്കാത്തവൻ്റെ വെറും വിശ്വാസത്തിൻ്റെ പേരാണ് ഉറപ്പില്ലായ്മ അഥവാ വിശ്വാസം. വിശ്വാസിക്ക് ഒരിക്കലും സത്യം കണ്ടെത്താൻ പറ്റില്ല. അവൻ വെറുതെ അനാചാരവുമായിട്ട് നടക്കുകയുള്ളൂ വിശ്വാസത്തിൻ്റെ പേരിൽ. വിശ്വാസത്തിൻ്റെ പേര് മുതലെടുക്കുന്ന മത നേതൃത്വം അതങ്ങനെ. ആ രാഷ്ട്രീയത്തിലും അങ്ങനെയാണ്. നമുക്കുറപ്പുള്ള രാഷ്ട്രീയ നേതൃത്വം, മത നേതൃത്വം ഇവിടെ വന്നാലേ നമുക്ക് അവരുടെ കൂടെ കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നേതൃത്വം വന്നാൽ പിന്നീടൊരു കാലഘട്ടത്തിൽ അവർ തിരിച്ച് വേണ്ടാതിനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തള്ളിപ്പറഞ്ഞ് അടുത്ത ആൾക്കാർ നല്ലവരുണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് വോട്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിവിടെ ഒരു മതത്തിൻ്റെ പേര് ചാഞ്ഞു വന്നു, ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ പേര് ചാഞ്ഞു. ഞാൻ 30 കൊല്ലമായിട്ട് ഈ പാർട്ടിയിലുള്ള ഭയങ്കര അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ച പോലെ അവൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ ആ തറവാടിത്തത്തിൻ്റെ ഒരു മഹിമ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ കടമയാണ്, അവരുടെ ആവശ്യമാണ്, അവരുടെ ചവിട്ടുപടികളാണ് ഇവർ. മതത്തിലാണെങ്കിൽ ഇത് തന്നെ. ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറില്ല, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്നു. വിശ്വാസമുള്ളൂ. എൻ്റെ ഓരോ ആചാരങ്ങൾ തലകുത്തി മുറിഞ്ഞും ഓരോ രീതിയിലുള്ള പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ. ഇത് ആചാരങ്ങളല്ല. ആചാരം എന്ന് വെച്ചാൽ നമ്മുടെ ദിവസേന നമ്മൾ വീടുകളിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിൻ്റെ ഉന്മേഷത്തിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ആചാരം എന്ന് പറയുന്നത്. ഓരോ പ്രവർത്തികൾ ആചരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ആശാരി എന്നല്ല ആചാരി എന്ന പേര്. ആ തൊഴിലവൻ ആചരിക്കുകയായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് പലവിധ നല്ല നല്ല കർമ്മങ്ങൾ, നല്ല നല്ല ശില്പകലകളൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ തൊഴിലിന് പണത്തിന് വേണ്ടിയൊക്കെ ആശാരി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ ഇന്നെല്ലാവരും ആചരിക്കുകയല്ല, വിശ്വാസത്തിൽ അനാചാരമാണ് ചെയ്യുന്നത്. എന്തൊക്കെ അനാചാരങ്ങളാണ്? ഈശ്വരൻ്റെ പേരിൽ. ഈശ്വരൻ എന്ന് വെച്ചാൽ നന്മയെന്നാണ്. നന്മയായിട്ടുള്ള വസ്തുക്കളൊക്കെ ദൈവമാണ്. അതാണ് 30 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞത്. അത് ഓരോ വസ്തുവിലുമുണ്ട് ഓരോ ദൈവം. ദൈവം എന്ന് വെച്ചാൽ നന്മ.
നല്ലൊരു തൂമ്പാക്കായി പോലും ഒരു ദൈവമാണ് ഒരു കർഷകന്. വളഞ്ഞു വളഞ്ഞിരിക്കുന്ന തൂമ്പാക്കായി കൊണ്ട് അവന് കളിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നന്മയാണ്. ആ നന്മകളാണ് എല്ലാ കാര്യത്തിലും നന്മയാണ്. ആ നന്മയാണ് ഈശ്വരൻ. നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത, ക്രൂരമല്ലാത്ത ചെയ്തികളും ലാഭങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ഈശ്വരൻ. അല്ലാതെ അനുഗ്രഹം വെച്ച് ഇങ്ങനെ എവിടെയെങ്കിലും നോക്കിയിരുന്ന് നമ്മുടെ കണക്ക് എഴുതി നിൽക്കൊണ്ട് ചെയ്യുന്ന ഒരു ഈശ്വരൻ്റെ കാര്യമല്ല പറഞ്ഞ പ്രകൃതിയിൽ. പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നൊരു ചൈതന്യമാണ് ഈശ്വരൻ. ആ ചൈതന്യത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, കടലിൽ ഒരു തുള്ളി വെള്ളം പോലെയാണ് നമ്മളും. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ലയിക്കുകയുള്ളൂ. ശരീരം മണ്ണോട് ലയിക്കും. ശരീരത്തിൽ ജലം, രക്തം എല്ലാം അതും ഭൂമിയിൽ ലയിക്കും ജലത്തോട്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതിനാണ് എവിടെയോ നോക്കിയിരിപ്പുണ്ട് ഒരു ഈശ്വരൻ നമ്മുടെ കണക്ക് എഴുതിയെന്നും പറഞ്ഞ് നമ്മളെ രക്ഷിക്കാൻ. എവിടെ ഇരിപ്പുണ്ട്? ഇന്നേ ആരും ഒരു സന്യാസിയും കാണിച്ചു തന്നിട്ടില്ല, ഒരു സന്യാസിയും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും മനനം ചെയ്യുന്നതും സന്യാസിമാരായിട്ടാണ് കേട്ടിട്ടുള്ളത്. അത് എല്ലാ മതത്തിലും ഉണ്ടോ സന്യാസിമാർ? അവർ സന്ദീപാനന്ദ ഗിരി എന്ന് പറഞ്ഞൊരു സന്യാസിയുണ്ട്. അയാൾ കമ്മ്യൂണിസ്റ്റ് സന്യാസി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് പലരും. കമ്മ്യൂണിസ്റ്റുകാർ അത്തരത്തിലായിപ്പോയതുകൊണ്ടാട്ടോ ചില സമയത്ത്, ചില ആൾക്കാർ മാത്രം, എല്ലാവരും അന്ന് ഞാൻ പറയില്ല. ചില കമ്മ്യൂണിസ്റ്റുകാർ പോക്കൃത്യം ചെയ്തു. അതുകൊണ്ട് അവരെ പറ്റി അങ്ങനെ ആ രീതി പറഞ്ഞ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സന്യാസി എന്നുള്ള പേര് ഇയാൾക്ക് വീണു. പക്ഷേ വീണെങ്കിൽ അയാളുള്ള കാര്യമാണ് പറഞ്ഞു തന്നെ. വേദപുരാണങ്ങൾ ഏറ്റവും വലിയ വേൾഡ് സൈക്കോളജി വിത്ത് ഫിലോസഫി എഴുതിയ നാടാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് വെച്ചാൽ ലോകം തന്നെ തീർന്നതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇപ്പോൾ ദാണ്ടേ വന്നിരിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സേവനം, സാമൂഹ്യ സേവനം. വന്നിരിക്കുന്ന ആരാ? നേതാക്കളാണ്. ഏതെല്ലാം രീതിയിലും കൊടിയിലും രൂപത്തിലും ചിഹ്നത്തിലുമൊക്കെയാണ്. അതിൻ്റെ കൂടെ മതങ്ങളാണ് ഈ പറഞ്ഞ. ചില മതങ്ങൾ പറഞ്ഞേ എൻ്റെ മതത്തെ ഇഷ്ടപ്പെടാവുള്ളൂ, മറ്റേ മതങ്ങളെ വെറുക്കണം, കൊല്ലണം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ട് ആ കൊല്ലണം എന്ന് പറഞ്ഞ മതങ്ങളുടെ കൂട്ട് പിടിച്ചുകൊണ്ടാണ് ഇപ്പം ചില ഈ അഹിംസാവാദികളായിട്ടുള്ള മതങ്ങളും കൂട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ മതങ്ങളെ കൂട്ടുപിടിച്ചത് വേറൊരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ ഇത് പിടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് മതമാണ് വലുതെന്ന് പറയുന്ന ആ തീവ്രമായ നിലപാടുള്ള ആളുകളെ ഇപ്പോൾ അഹിംസാ പാർട്ടി കൂട്ടുപിടിച്ചിരിക്കുന്നു. ഈ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ചിന്തിക്കുന്നവർ. അടിമകൾ രണ്ടു പക്ഷത്ത് അടിമയായിട്ട് തന്നെ കിടക്കും, അനുഭവിച്ചറിയും. ഈ ജനങ്ങൾ ആർക്ക്, നിഷ്പക്ഷമായിട്ടുള്ള എന്നെപ്പോലുള്ളവന് ആർക്ക് വോട്ട് ചെയ്യണം? ഇവിടെ ഒരു പാർട്ടി ഉണ്ടോ? ഇപ്പോൾ പുതിയൊരു പാർട്ടി കേന്ദ്രത്തിലുണ്ട്. അതിവിടെയെങ്ങും അങ്ങനെ കാര്യമായിട്ടില്ല. അവരെ ഉണർത്തിക്കൊണ്ട് വന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവരെ ഉണർത്തിക്കൊണ്ട് വന്നാൽ ഇതിലും കടയായാലും മലയാളിയല്ലേ എല്ലാം. സത്യത്തിൽ ജനങ്ങൾ ഇവിടെ അനാഥര. പൗരത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നേരെ നോക്കി പല്ലടിക്കുക, നീ ആർക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ. എന്നാൽ വ്യക്തമായ നിലപാട് പ്രകടിപ്പിക്കാൻ തയ്യാറാവട്ടെ ഓരോരുത്തർ. എന്നിട്ട് ഓരോ സേവന പ്രവർത്തികൾ ചെയ്തേച്ചു വരട്ടെ. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിച്ചു. അയാൾ ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് സേവനങ്ങൾ ചെയ്തിട്ടാണ് അയാൾ സ്വന്തം വ്യക്തിത്വത്തിലൂടെ, പാർട്ടിയുടെ പേരിലല്ല, വ്യക്തിത്വത്തിൻ്റെ പേരിൽ അയാൾ ജയിച്ചത്. നന്മ നിറഞ്ഞ വ്യക്തിത്വം ഉണ്ട്. അങ്ങനെ ചെയ്യട്ടെ ഓരോരുത്തർ. അല്ലാതെ പാർട്ടിയുടെ പേരും മഹത്വവും ആദർശവും പറഞ്ഞല്ല വരേണ്ടത്. വ്യക്തിപരമായി നന്മയുള്ള സേവനങ്ങൾ ചെയ്യുന്ന, സ്വന്തം കാര്യങ്ങൾ മറന്നു പോലും, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന കാശ് പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്തും ഒക്കെ അയാൾ സമൂഹത്തിൽ നിലകൊണ്ടയാളാണ്. അയാൾ വോട്ടിന് വേണ്ടി ചെയ്തതല്ല. വേറെ പ്രോഗ്രാമുകളിൽ ടി വിയിൽ പരിപാടി പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ, 10-200 കോടി മേലെ ആസ്തി ഉണ്ടായിരുന്ന അയാൾ സേവനം ചെയ്ത് അയാളുടെ പണം കുറേ അധികം തീർത്തിട്ടുണ്ട്. കുടുംബത്തിന് പോലും ചിലവഴിക്കാൻ അയാൾ ചിലപ്പം ഓർത്തില്ല. എന്നുവെച്ചാൽ കുടുംബം നടത്തില്ല എന്നല്ല പറയണേ. അതൊക്കെ നന്മ നിറഞ്ഞ മനസ്സാണ്. അങ്ങനെയുള്ള മനസ്സുകൊണ്ടാണ് സേവനം ചെയ്യേണ്ടത്. അല്ലാതെ പുറംപോച്ച് പറഞ്ഞും സർക്കാരിൻ്റെ ഫണ്ട് എടുത്തിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ച് എൻ്റെ പേരിലോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നെടുത്ത ഫണ്ട് കൊണ്ടുണ്ടാക്കി വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തതൊന്നുമല്ല. ഇതൊന്നുമല്ല സേവനം. സേവനം എന്ന് വെച്ചാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ യേശുക്രിസ്തു ചെയ്ത പോലെ, ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്ത പോലെയൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് അങ്ങനെയുള്ളവർ നമ്മൾ ജയിപ്പിക്കുക. എന്നാൽ നാടിൽ നന്മയുണ്ടാവും. എല്ലാ മതങ്ങളും സഹോദര്യമായിട്ട് പോകും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പും മുളകൊക്കെ വായ്പ മേടിച്ചൊക്കെ ചെറുപ്പത്തിൽ അടുത്തുള്ള മതം നോക്കാതെ, ഇപ്പം ഇന്നത്തെ രീതി പറയുകയാണെങ്കിൽ മതങ്ങൾ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും
ഇസ്ലാം മതത്തിൻ്റെ നടുക്ക് കിടന്ന് വളർന്ന് അവർക്കൊരു ഗുണമുണ്ട്. എന്തെങ്കിലും ആപത്ത് കൂടിക്കഴിയാൽ അള്ളാഹ് എൻ്റെ കൊച്ച എന്ന് പറഞ്ഞ് ഓടിക്കോടും. അതിപ്പോൾ അന്നൊക്കെ അവർ മതം നോക്കാതെ അന്ന് ഓടിക്കൊടുമായിരുന്നു. ഇന്നിപ്പോൾ അവരിൽ ചിലരൊക്കെ എല്ലാവരും അല്ല, എനിക്കെപ്പോഴും ഒരുപാട് കൂട്ടുകാരുണ്ട് ആ മതത്തിൽ. വളരെ കാര്യക്ഷമമായിട്ട് മാനുഷികമായ രീതിയിൽ മതം നോക്കാതെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ വേണ്ടിയും ഒക്കെ വരും. ഞാനും അങ്ങോട്ട് ചെയ്യും, നമ്മളെ പറ്റുന്ന പോലെ. ആ സാഹോദര്യം തകർത്തുകൊണ്ട് ഇന്ന് രാഷ്ട്രീയവും മതമോടെ കൈകോർത്തേക്കുക. ഇത് അപകടമാണ്. ഏതു മതം പണ്ടിവിടെ ഹൈന്ദവ സംസ്കാരം ഉണ്ടായിരുന്നു. ഹൈന്ദവ സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്ന് വെച്ചാൽ ഋഷിമാരുടെ സംസ്കാരം. ആ ഋഷിമാരുടെ സംസ്കാരം എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അവർ ചിന്തിക്കുന്നവരായിരുന്നു. അവർക്ക് മതമില്ല. ഋഷിമാർക്ക് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ നിസ്കരിക്കും അവർക്ക് ഫോട്ടോയോ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ദൈവങ്ങളൊന്നുമില്ല. പിന്നീടുണ്ടായ ദൈവങ്ങളായി പറഞ്ഞ രാമനും കൃഷ്ണനും എല്ലാവരും അത് രൂപങ്ങളെ ആരാധിക്കാൻ, ബിംബങ്ങളെ ആരാധിക്കാൻ നമുക്ക് തുടങ്ങി. ഋഷിമാർക്ക് അങ്ങനെയുള്ളൊരു ഇതില്ല. അവർക്ക് മനനം ചെയ്യുക, ഈശ്വരനുമായിട്ട് യോഗം ചേരുന്ന മനസ്സുകൊണ്ട് ചിന്തിച്ച് ഈശ്വരനുമായിട്ട് നന്മ അറിഞ്ഞ മനസ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ച് ചിന്തിച്ച് ഓരോന്ന് കണ്ടുപിടിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സന്യാസിമാരാണ് അവർ. അഥവാ ഈശ്വരനുമായിട്ട് യോഗം ചേർന്നിരിക്കുന്നവർ, യോഗീശ്വരന്മാർ. അങ്ങനെയുള്ളവരായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതൊന്നും അല്ല. ഇന്നിപ്പോൾ ബിംബങ്ങളേ ഉള്ളൂ. ഞാനോർത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മതത്തിലാണ് ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളില്ലാത്തത്. അവരുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരുപാട് കൂടുതൽ ഈ ചില മുസ്ലിയാക്കന്മാരെ മറ്റും വന്നിച്ച് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാണല്ലോ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടാൽ ഈ ഫേസ്ബുക്കിലൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഞാനൊക്കെ ആ മതത്തിലേക്ക് തന്നെ പോകാനായിട്ടിരുന്നവനാണ് ഒരു കാലഘട്ടത്തിൽ. പിന്നെ അവരുടെ ഓരോ അപാകതകൾ ഈ ഇങ്ങനെയുള്ള മത നേതാക്കൾ പറഞ്ഞപ്പം അതിനോടൊരു അകൽച്ചയായിപ്പോയി. എൻ്റെ കൂട്ടുകാർ പലരും ആ മതത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ അപ്പം പോകാനായിട്ടിരുന്ന. കാരണം മറ്റ് മതങ്ങളിൽ പോലും ഇല്ലാത്തൊരു യോജിപ്പ് ഇവർ തമ്മിലുണ്ടായിരുന്നു, പരസ്പരം ഉണ്ടായിരുന്നു. അതും ഇപ്പം കുറഞ്ഞു വന്നു. ഞാൻ ആരും കുറ്റം പറയണമല്ല കേട്ടോ. പക്ഷെ കുറഞ്ഞു വന്നോ ഉള്ള കാര്യം പറഞ്ഞു. അതിലാരും പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മതങ്ങളും രാഷ്ട്രീയവും കൂടെ അധികാരത്തിന് വേണ്ടി, ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ മനുഷ്യൻ്റെ മനസ്സിലെ വികാരമാണ് അധികാരഭ്രമം. അത് വന്നാൽ ഏതവനും എന്തും ചെയ്യും, എന്ത് ക്രൂരതയും ചെയ്യും. അത്തരത്തിലേക്ക് രാഷ്ട്രീയവും മതവും നീങ്ങിപ്പോയാൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അണികളെല്ലാം ചീത്തയായി പോവും, നാട് ചീത്തയായി പോവും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നാലുപാടും നോക്കിക്കണ്ടച്ച് ശരിയും തെറ്റും പെറുക്കി എടുത്തേച്ച് വോട്ട് ചെയ്യാവുള്ളൂ, മതത്തിന് കൂട്ട് നിൽക്കാവുള്ളൂ. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോകണതൊക്കെ നല്ല കാര്യമാണ്. എന്തിനാ? സ്വന്തം മനസ്സിൻ്റെ ആത്മാംശങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ട്, ആത്മശക്തിയെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിലും പള്ളികളിലും പോണേ. അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് നമ്മുടെ കാലം മുതൽ തലമുറയുള്ള രീതിയിൽ ആ തലയുടെ ഭാഗത്താണ് ക്ഷേത്രത്തിലെ ശരിക്കും പൂജാവിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിൽ. എന്ന് വെച്ചാൽ നമ്മളെ അവിടെ ചെല്ലുമ്പോൾ കാണുന്നുള്ള അതിൻ്റെ അർത്ഥമുള്ളൂ. അമ്മാതിരി തന്നെയാണ് നമ്മൾ ഏത് ക്ഷേത്രങ്ങളെയും കാണേണ്ടത്. അത് മതങ്ങളില്ല. ആ പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണ്, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തന്നെയാണ്. അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഓരോ രാജ്യങ്ങളിലും ജീവിച്ചിരിക്കുന്ന ആളുകൾ അതിൻ്റേതായ രീതിയിൽ അവരുടെ ആചാരങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക. അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അല്ലാതെ ഇമാതിരിയുള്ള പ്രസംഗങ്ങളും ഇങ്ങനെയുള്ള മതത്തിൻ്റെ കൂട്ട് പിടിച്ചുകൊണ്ടുള്ള അധികാരത്തിന് വേണ്ടി നീങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വാക്കും കേട്ടുകൊണ്ട് വോട്ടും കൊടുത്ത് ലാസ്റ്റ് രാജ്യത്തെ പുരോഗമനം ഉണ്ടാവില്ല. നാട്ടിൽ മതങ്ങൾക്ക് നേട്ടം ഉണ്ടാവില്ല, തമ്മിലടിയും കലഹവും ആവും. ആളുകൾ തമ്മിൽ കാണുമ്പോൾ തന്നെ മതം ഇവൻ ഈ രാഷ്ട്രീയക്കാരൻ, എനിക്ക് ഈ രാഷ്ട്രീയക്കാരൻ ഇഷ്ടമല്ല. ചില നാട്ടിലൊക്കെ പാർട്ടി ഗ്രാമമുണ്ടെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതി. കലാഭാവന ഇല്ലാത്തവനെ വെച്ച് അവന് ചിന്തിക്കാൻ സമയമില്ല, കൂലിപ്പണി വെച്ച് അവനെ വെച്ച് അവൻ്റെ മനസ്സിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് സിനിമകൾ ഇറക്കുന്നുണ്ട്. ഭാവനാസമ്പന്നനായ ചില എഴുത്തുകാർ അവൻ സമൂഹത്തിൻ്റെ ജീർണതകളെ തുറന്നു കാട്ടിക്കുന്നു, അന്വേഷിക്കുന്നതിനെതിരെ പോരാടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല. അവനും ബിസിനസ്സുകാരനായ ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി എഴുതുന്ന ഞാനും എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും ജീവിക്കണം. എൻ്റെ കയ്യിലുള്ള എനിക്ക്, എൻ്റെ ചുറ്റുവലയത്തിലുള്ള എനിക്ക്, എൻ്റെ ശരീരം എനിക്ക് ജീവിക്കാൻ, എനിക്ക് താമസിക്കാനുള്ള വീടാണ് ഞാൻ മരിക്കുന്നതുവരെ, ഈ ശരീരം വിട്ട് ഞാൻ പോകുന്നത് വരെ. അതുപോലെ എൻ്റെ ജീവിതം എനിക്ക് വലുത്. മറ്റുള്ളവരുടെ ജീവിതത്തെ അതുപോലെ ബഹുമാനിക്കുക, ആദരിക്കുക.
അത് മതവും രാഷ്ട്രീയമൊന്നും നോക്കിയല്ല, മനുഷ്യനാണ്. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ജീവിയാണ് മനുഷ്യൻ. അത് മനസ്സിലാക്കണം. ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വേദങ്ങൾ എഴുതി ഉണ്ടാക്കിയ നാടാണ് നമ്മുടെ ഈ ഇന്ത്യ. വേറൊരു നാട്ടിൽ ഇത്രയും നല്ല വേദങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. ഞാനിതൊക്കെ ഒരു 10-25 വയസ്സ് കഴിഞ്ഞപ്പോഴേ പഠിച്ചത്. അതിന് മുമ്പ് പഠിച്ചെങ്കിൽ ഞാനൊക്കെ വേറൊരു തലത്തിൽ എത്തിപ്പോയേനെ. കാരണം അതിനുള്ള വിദ്യാഭ്യാസം, ജീവിത വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളുകളിലില്ല. തറ, പറ, പന, പത ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. പിന്നെ കുറേ പേട്ട് കവിതകളും തെങ്ങേന്ന് തേങ്ങ വീണ് തുമ്പി എത്തുന്ന അത്തരത്തിലുള്ള കവിതകളൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അതൊന്നും ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയതല്ല. ഇന്നും അതെ, പല വിദ്യാഭ്യാസവും ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയല്ല. നമ്മൾ മരണം വരെ ജീവിക്കാൻ പ്രായോഗികമായ വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിനനുസരിച്ച് അതാണ് പുസ്തകങ്ങളിൽ കൊടുക്കേണ്ടത്. അതൊന്നല്ല കൊടുത്തത്. ആത്മീയ വിദ്യാഭ്യാസവും കൊടുത്തിട്ടില്ല. ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ചില കേട്ടിട്ടുണ്ട്, ഈ ഭീകരവാദികൾ ബോംബ് പൊളിച്ച് പൊട്ടിത്തെറിക്കാനൊക്കെ ചില ആൾക്കാർ പിള്ളേരെ പഠിപ്പിക്കേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. അതും ഒരു മതമാരുവാണെങ്കിൽ പറഞ്ഞാൽ, അതോ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് ഇല്ലാത്തൊരു ലോകം നേടാമെന്നുള്ളത്, നമ്മൾ കാണാത്ത കേൾക്കാത്ത ഇല്ലാത്തൊരു ലോകം നേടാമെന്ന് കരുതി അങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. അതിലെത്രമാത്രം ശരിയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. ഈ പത്രങ്ങളിൽ കേട്ടുള്ള അറിവേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അതിനെ അനുകൂലിക്കുന്നവർക്ക് കുരുപൊട്ടും. അതുകൊണ്ട് കാര്യമില്ല. അനുകൂലിക്കുന്നവർ ചിന്തിക്കുക. എന്നാ ചിന്തിച്ചാൽ ഞാനിത് പറഞ്ഞത്, മനുഷ്യൻ ചിന്തിക്കാത്തവൻ മനുഷ്യനല്ല. നമുക്ക് എല്ലാ ചിന്തകളും എല്ലാ അറിവും ഒരാളിലും ഇല്ല. എല്ലാം തികഞ്ഞ ഒരറിവുമുള്ള ഒരു വേദവ്യാസനം ഉണ്ടായിട്ടില്ല, ഒരു എഴുത്തുകാരും ഉണ്ടായിട്ടില്ല, ഒരു ബൈബിൾ എഴുതിയവനുണ്ടായിട്ടില്ല, ഒരു ഖുർആൻ എഴുതിയവനുണ്ടായിട്ടില്ല. എല്ലാം തികഞ്ഞ അറിവ് ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടെ കൂടി ചോദിച്ചുള്ള അറിവുകളാണ് ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, ഓരോ രാജ്യത്തിനും പ്രാപ്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആദർശങ്ങൾ. അങ്ങനെ പോയാൽ ഒരു കുഴപ്പമില്ലെന്നേ. ഇതിപ്പോൾ അങ്ങനെയൊന്നല്ല. അതുകൊണ്ട് നാട്ടുകാരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. മൊത്തം നമ്മളങ്ങ് നന്നായേക്കുക, അതേ എൻ്റെ അത് മറുപടി ഉള്ളൂ. പക്ഷെ പരമാവധി നമുക്ക് അറിയാവുന്ന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഞാനിത്രയും പറഞ്ഞത് നല്ല ഉദ്ദേശം വെച്ചാണ്. അതിനെയും തെറ്റിദ്ധരിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലേ ഞാൻ കേട്ടോളാം. എൻ്റെ പൊന്നെ.